തൃശൂർ ചാലക്കുടി പാലത്തിന് ഗുരുതര ബലക്ഷയം. അടച്ചിടാൻ തീരുമാനം. ചാലക്കുടി പാലത്തിന് ഗുരുതര ബലക്ഷയമുണ്ടെന്ന് ദേശീയപാത അതോറിറ്റിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാലം വൈകാതെ അറ്റകുറ്റപ്പണിക്കായി പൂർണ്ണമായി അടച്ചിടാൻ തീരുമാനിക്കുകയായിരുന്നു. പുഴയ്ക്ക് കുറുകെ ഉള്ള പാലത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുക. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, വളരെ പഴക്കമുള്ള ചാലക്കുടി പാലമാണ് ഇപ്പോൾ അടച്ചിട്ട് അതിൻ്റെ ബലക്ഷയങ്ങൾ തീർക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ദേശീയ പാത അതോറിറ്റിയുടേതാണ് പാലം അടച്ചിടാനുള്ള ഈ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ദിവസേന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിലെ ചാലക്കുടിയിലെ പാലത്തിനാണ് ബലക്ഷയം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബലക്ഷയം കണ്ടെത്തിയതോടുകൂടി അടിയന്തരമായിട്ട് പാലം അടച്ചിട്ടുകൊണ്ട് അതിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ദേശീയപാത അതോറിറ്റി തീരുമാനിക്കുകയായിരുന്നു. ദേശീയപാത അതോറിറ്റി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ്, സാങ്കേതിക വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ പാലത്തിന് ഗുരുതരമായിട്ടുള്ള ഈ പ്രശ്നങ്ങളുണ്ടെന്നും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും തകർച്ചാ ഭീഷണി നേരിടുന്നതെന്നുമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് അടിയന്തര നടപടി എന്നോണം ആ പാലത്തിൽ കൂടിയുള്ള വാഹന ഗതാഗതം തടയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാലമാണ്. അതുകൊണ്ട് തന്നെ ഈ പാലം അടച്ചിട്ടുകൊണ്ടുള്ള ഒരു അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗതാഗത കുരുക്കൊക്കെ രൂക്ഷമാകാനായിട്ട് സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യവും നമുക്കറിയാവുന്നതാണ്. ദേശീയപാതയുടെ പണി നടക്കുന്നു. അതേപോലെ തന്നെ എറണാകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള പ്രദേശത്തെ പല ഭാഗങ്ങളിലും അതിരൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചാലക്കുടിയിൽ ഈ പാലം അടച്ചിട്ടുകൊണ്ടുള്ള ഒരു അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ പാലത്തിന്റെ ബെയറിങ്ങുകൾ മാറുന്ന ജോലിയാണ് ആദ്യഘട്ടത്തിൽ നടത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മാസങ്ങൾ നീളുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടി പാലത്തിന്റെ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന ഭാഗത്തുള്ള പഴയ പാലത്തിനാണ് ഈ ബലക്ഷയം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിഴക്ക് വശത്ത് ഈ പാലത്തിന് സമാന്തരമായിട്ട് എറണാകുളം ഭാഗത്തേക്ക്, അതായത് തൃശ്ശൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പാലത്തിൽ കൂടിയായിരിക്കും ഇനി ഇരുഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം നടത്തുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ്. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ഈ പാലത്തിലെ പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ഈ പാലത്തിലേക്ക് ഇരുഭാഗങ്ങളിൽ നിന്നും ഒരേ സമയം വാഹനം കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ജോലികളടക്കം ഇവിടെ പുരോഗമിക്കുകയാണ്. എന്തായാലും അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാവാനായിട്ടൊക്കെയുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. അത് എങ്ങനെ കുറയ്ക്കാം, അത് എങ്ങനെ ആ ഗതാഗതക്കുരുക്ക് ക്രമീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ട് ഗതാഗതം സുഗമമാക്കാം എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഈ പാലം പൂർണ്ണമായിട്ടും അടച്ചിട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നാണ് നമുക്ക് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എത്ര നാൾക്കകം ഈ അറ്റകുറ്റപ്പണി നടത്തി പാലം വീണ്ടും ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയും? അത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ സാനു? എത്ര നാളത്തേക്കായിരിക്കും ഈ പാലം അടച്ചിടുക? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കാലത്തേക്കാണ് ഈ അറ്റകുറ്റപ്പണി, എത്ര നാളുകൊണ്ട് ഇത് പൂർത്തിയാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. പാലത്തിന് ബലക്ഷയമുണ്ടെന്നും ആ ബലക്ഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടത്തുക എന്നുമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അറ്റകുറ്റപ്പണികളാണ്, അത് എത്ര വരെ നീണ്ടുപോകുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ ഉണ്ടാകുമെന്ന് സൂചന നൽകിക്കൊണ്ടാണ് അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പാലത്തിന് ബലമടക്കം പരിശോധിച്ചുകൊണ്ട് വാഹനങ്ങൾ ഒരേ സമയം കയറ്റിവിടുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. വ്യക്തമാണ്. തൃശൂർ ചാലക്കുടി പാലത്തിന് ഗുരുതര ബലക്ഷയം. പാലം അടച്ചിട്ടുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയാണ്. പാലത്തിൻ്റെ കിഴക്കുവശത്തുള്ള മറ്റൊരു പാലത്തിൽ കൂടി ഗതാഗതം തിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.